സാക്ഷികൾ? സാക്ഷികളും ഹാരവും ബൊക്കെയും ഒക്കെ ലഡുവും റെഡി. പിടിച്ചോളൂ. ആദ്യം അങ്ങോട്ടിടൂ. ഇനി തിരിച്ചിങ്ങോട്ട്. അങ്ങനെ പെണ്ണ് കിട്ടാത്ത ലക്ഷ്മണ സാറും പെണ്ണ് കെട്ടി. എന്റെ കാര്യം മാത്രം കട്ടപ്പോക. മോഹൻ സാർ നമസ്കാരം. ഇതാണ് എന്റെ ഭാര്യ ആനി, GKM വിമൻസ് കോളേജിലെ മലയാളം ലെക്ചറർ. എനിക്കെല്ലാം എന്റെ സഹപ്രവർത്തകരാണ്, സഹോദരങ്ങളായ നിങ്ങളാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇനി ഭക്ഷണത്തിലോട്ട് കിടക്കാം. വരട്ടെ. ഇനി ഇവിടെ എത്താൻ ഒരാളെ ബാക്കിയുള്ളൂ. അത് മറ്റാരുമല്ല, ഈ ലക്ഷ്മണന്റെ ഒരേ ഒരു പെങ്ങൾ. പറഞ്ഞ് നാക്കെടുത്ത് വായിലോട്ടിട്ടില്ല. വരൂ വരൂ വരൂ. ഇല്ല മോളെ, എന്തായാലും നീ എത്തിയല്ലോ. ഇതായനി നിന്റെ ഏട്ടത്തിയമ്മ. ഇവളെ നിങ്ങൾക്ക് പലർക്കും അറിയില്ലായിരിക്കും, പക്ഷേ സുമിത്രയുടെ ഭർത്താവിനെ നിങ്ങൾക്കൊക്കെ അറിയാം. അഡ്വക്കേറ്റ് പ്രഹ്ലാദൻ. എന്നെ ശത്രുവായി കാണുന്നുണ്ടെങ്കിലും ആള് പരമസാധുവാണ്. അനി, ആനി എന്താ ഇവിടെ? അവിടെ അയാള്. ആര്? അലക്സ്. ഇവിടെ ആരുമില്ല, നിനക്ക് വെറുതെ തോന്നിയതാ. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ദേ അവിടെ എല്ലാരും വെയിറ്റ് ചെയ്യാ. വാ. സാറമ്മ എന്താ ഇത്? ഈ വിരുന്നുകാരൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. പാവം കുട്ടി സാറിനെ കാത്തിരിക്കുക. ചെല്ലങ്ങോട്ട്. സാറിന്റെ ഒരു നാണം. അയ്യേ. എന്താ ഇനി? ഒന്നുമില്ല, വെറുതെ. ദേ പഴയതുപോലെയല്ല. ഇന്നു മുതൽ ലക്ഷ്മണന്റെ ഭാര്യയാണ്. ദുഃഖമായാലും സന്തോഷമായാലും അനുഭവിക്കേണ്ടത് ഒരുമിച്ച. പറ, എന്താണെങ്കിലും പറ. കണ്ണടച്ചിട്ടും അലക്സിന്റെ മുഖം എന്റെ മുന്നിൽ തന്നെയുണ്ട്. ഒക്കെ നിന്റെ തോന്നല. ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പം പഴയതൊക്കെ നീ മറന്നിരിക്കും. അല്ലെങ്കിലും ഈ ഫസ്റ്റ് നൈറ്റ് എന്നൊക്കെ പറയുന്നത് ഒരാചാരം പോലെയാണ്. ആദ്യം ചേരേണ്ടത് മനസ്സാ. കിടന്നുള്ളൂ. രാവിലെ കുളിച്ച് സുന്ദരിയായി ഒരു കപ്പ് ബെഡ് കോഫി ആയിട്ട് വന്നേ എന്നെ ഉണർത്താവൂ. ഓക്കെ? നല്ല ക്ഷീണം. ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് ഞാനാ, അലക്സ്. അവിടെ കിടന്ന് വിളിച്ചു പോകണ്ട സാറേ. അവളിപ്പോ എന്റെ അടുത്തുണ്ട്. അവളുടെ കൈകൊണ്ടിട്ട ബെഡ് കോഫി കുടിച്ചോണ്ടിരിക്കുക ഞാൻ. വാ, എന്താ രുചി, എന്താ ഒരു കടുപ്പം. നിന്നെ ഞാൻ. ചൂടാവാതെ സാറേ, ഇനി നമ്മളിങ്ങനെ രണ്ടു ധ്രുവങ്ങളിൽ തുടരണ്ട. ഞാൻ ഇവളെ കൂട്ടി വരാം. ഞാൻ പറയുന്നിടത്ത് നീ വാ. എവിടെയാ ഞാൻ വരേണ്ടത്?
ഞാൻ വിളിച്ചാൽ നീ വരും അല്ലേ? അലക്സ് അലക്സോ? അങ്ങനെ ഒരാളില്ല, ഈ ഭൂമുഖത്തെ ഇല്ല. ഞാൻ തോമസ് ജോർജ്. നീ കൊന്നിങ്ങനെ കുഴിമാടത്തിൽ കിടത്തിയ മേരി തോമസിനെ മറന്നോ? പക്ഷെ നിന്റെ മുഖം ഈ ജന്മത്തെ ഞാൻ മറക്കില്ല. പരസ്പരം ഒന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. പക്ഷെ നീ അന്ന് കോടതിക്കുള്ളിൽ വെച്ച് കള്ളക്കഥകൾ ഉണ്ടാക്കി എന്റെ മേലെ നീ എന്നിൽ നിന്ന് നടത്തി മാറ്റി. അതിന്റെ 3-ാം നാൾ നിന്റെ ചതി മനസ്സിലാക്കി അവൾ ആത്മഹത്യ ചെയ്തു. നീ എന്റെ മേരിയെ കൊന്നത്. ഒക്കെ ചെയ്തു കൂട്ടിയിട്ട് പൊടിയും തട്ടി അങ്ങ് പോകാന്ന് കരുതി അല്ലടാ. വിടില്ലെന്നെ ഞാൻ. ആനി, ഇവൾ ആരാന്നറിയോ? എന്റെ മേരിയുടെ അതേ രക്തത്തിൽ പറഞ്ഞ അനിയത്തി. അതെ, ആനി തന്നെ. എന്റെ പാവം ചേച്ചി ഇങ്ങനെ കുഴിച്ചു മൂടിയിട്ട് സുഖിച്ച് ജീവിക്കാന്ന് കരുതിയോ നീ? നിന്നെ ഞാൻ വിടില്ല. അതേടാ, നീ ഇതുവരെ കണ്ട കഥകളൊക്കെ വെറും മായ. നീ കോടതിക്കകത്ത് കളിക്കുന്ന കളി അതേ കളി തന്നെ ഞങ്ങളൊന്ന് മാറ്റി കളിച്ചു നോക്കി. നിന്നെ ഇവൾ ഉന്നം വെച്ചത് മുതൽ ഇവളോടൊപ്പം ഞാനുണ്ട്, നിഴൽ പോലെ. എനിക്ക് ഇദ്ദേഹത്തോട് ആരാധനയാണെന്ന് തുറന്ന് പറയാൻ ഈ അവസരത്തിൽ എനിക്ക് മടിയില്ല. ഞാൻ എന്ത് ചെയ്യും? പക്ഷേ അലക്സിനെ വിളിച്ച് ഒന്ന് പറഞ്ഞാൽ മതി. ശരി, ഞാൻ അവന്റെ നമ്പർ ഇതവനാ അലക്സ്. കേൾക്കൊള്ളു. അതേടാ, അത് നിനക്ക് വെച്ച കടിയാ. നീ അതിൽ കുടുക്കി ഞങ്ങൾ നിന്നെ. വിക്ടർ, വേണ്ട വേണ്ട വിക്ടർ, ഇവനെ അങ്ങനെ അങ്ങ് തീർക്കരുത്. ഞാൻ പറഞ്ഞ കേൾക്കില്ല. തീർക്കും ഞാൻ ഇവനെ. വിക്ടർ, വേണ്ട. ഇവന്റെ കയ്യിൽ നിന്ന് തലനാരഴക്കാൻ നീ അന്ന് രക്ഷപ്പെട്ടത്. ഇവൻ മറ്റാരുമല്ല, എന്റെ മേരുടെ അനിയൻ കുട്ടൻ. അഡ്വക്കേറ്റ് ലക്ഷ്മണന്റെ കഥ ഇതാ ഇവിടെ വരെ. ഇവിടെ തുടങ്ങുന്നു ഈ തോമസ് ജോർജ്. എന്റെ മേരിയുടെ അവസ്ഥ ഇനിയൊരു പെണ്ണിനുണ്ടാകില്ല, ഉണ്ടാകാൻ അനുവദിക്കില്ല ഞാൻ. നീ അനുഭവിക്കുന്ന ശിക്ഷ കണ്ട് ലോകം ഞെട്ടണം. ഇനി ഞാൻ വിധിക്കാൻ പോകുന്ന ശിക്ഷ ഏറ്റുവാങ്ങാൻ നീ തയ്യാറായിക്കോ. മൈലോഡ്, എന്റെ കക്ഷി ഒരേ ഒരു രാത്രി കൊണ്ട് എത്രമാത്രം മാനസിക പീഡനം അനുഭവിച്ചു എന്നുള്ളത് ഇവിടെ തുറന്നു പറഞ്ഞാൽ നമ്മുടെ സമൂഹം കുറുനരികളെ പോലെ ഓരിയിടും, കൂവും. ഞാൻ പറയുന്നതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് ഇതൊന്ന് പരിശോധിച്ചാൽ കോടതിക്ക് ബോധ്യപ്പെടും. ഒരു സിറ്റിങ്ങിന് ലക്ഷക്കണക്കിന് രൂപ ഫീസ് ചാർജ് ചെയ്യുന്ന ക്രിമിനൽ ലോയറായി ഈ മൂർത്തി സ്വാമി വാദിച്ചിട്ടുള്ള എല്ലാ കേസും ജയിച്ചിട്ടുണ്ട്. അതാ എന്റെ പേടി. മൈലോഡ്, ഇയാൾ സ്ത്രീകളുടെ രക്ഷകനായി കപടവേഷം കെട്ടി സ്ത്രീ സമൂഹത്തെ മുഴുവൻ വഞ്ചിക്കുകയായിരുന്നു. ദൈവം കൂട്ടിയിണക്കിയ പവിത്രമായ ഭാര്യ ഭർത്തൃബന്ധമെന്ന സ്നേഹച്ചരട് കീറി മുറിച്ച് ആ പ്രവൃത്തിയിൽ സ്വയം ആനന്ദം കണ്ടെത്തുകയായിരുന്നു ലക്ഷ്മണൻ എന്ന ഈ മാനസിക രോഗി. യെസ്, ഇയാൾ ഒരു ഭ്രാന്തനായി മാറിയിരിക്കുന്നു. നോ, അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. യെസ്, ദാറ്റ്സ് എ പോയിന്റ്. ഇയാൾ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, ചെയ്തതൊക്കെയും അറിയാതെ. അതിനർത്ഥം ഇപ്പോൾ ലക്ഷ്മണനും സമ്മതിച്ചിരിക്കുന്നു താൻ മാനസിക നില തെറ്റിയ ഒരു രോഗിയാണെന്ന്. നീതിപീഠത്തിന് സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഈ ലക്ഷ്മണൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ വിശ്വസിക്കണം. ഈ കേസ് അടുത്ത മാസം 21 മാറ്റിവെച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരള പുരുഷ മുന്നണിയുടെ പടക്കം കത്തിക്കൽ
മഹാമഹം ഇന്ന് 7ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ എതിരാളിയായ ലക്ഷ്മണന്റെ കട്ടയും പടവും അടങ്ങിയതിന്റെ സന്തോഷ പ്രകടനമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരും മടിക്കാതെ കടന്നു വരൂ, പടക്കം പൊട്ടിച്ച് ആഹ്ലാദിക്കൂ. ഹലോ, കേശവനാ? ശിവകാശിയിൽ പടക്കെടുക്കാൻ പോയത് നമ്മുടെ കേശവനാ. പടക്കത്തിന്റെ ലിസ്റ്റ് എല്ലാം കളഞ്ഞു. ഞാൻ സംസാരിക്കാം. അതെ, ഒരു 1000 മാലപ്പടക്കം, 1000 ഏറുപടക്കം, പിന്നെ അത് പിന്നെ കമ്പത്തിലെ പൂക്കുറ്റി നിന്റെ ഇഷ്ടം പോലെ. ഇങ്ങോട്ടെടുത്ത്. എന്റെ പൊന്ന് കേശവ, ഇവരൊന്നും പറയുന്നത് വാങ്ങിയില്ല എങ്കിലും വാണം വാങ്ങാൻ മറക്കരുത്. അത് എലിവാണം 1500. നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കല്ലേ, ഇഷ്ടം പോലെ സാധനം ഒരുക്കാണ്. എല്ലാരും എടുത്തു വെച്ച് അങ്ങോട്ട് കത്തിച്ചേ. മാലപ്പടക്കം ഇവിടെ അമിട്ടല്ല ഉണ്ട്, അങ്ങോട്ട് പൊട്ടിച്ച. എന്റെ തൊലിയൊക്കെ പുറത്തൊട്ടാതെ നോക്കണേ. എന്നെ ഇവിടെ കൊണ്ട് കുഴിച്ചാക്കാൻ പോണ. മകളാമണികളെ, നമ്മുടെ ശത്രു പ്രഹ്ലാദൻ വക്കീല് ഹോസ്പിറ്റലായതിന്റെ സന്തോഷത്തിലാണ് നമ്മൾ ഇവിടെ കേക്ക് മുറിച്ച് ആഘോഷിക്കാൻ പോകുന്നത്. വെറും ഒരു പീറ പെണ്ണിന് മുന്നിൽ തലകുലിക്കുന്നവരല്ല നമ്മുടെ ലക്ഷ്മണ വക്കീല്. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം വരെ അദ്ദേഹത്തെ ദേഹത്ത് ഒരു നുള്ളും മണ്ണ് നുള്ളിയാണ് നമ്മൾ അനുവദിക്കത്തില്ല. എടുത്തു കഴിക്കോ. എന്റെ പ്രിയതമേ, നീ ഇല്ലാത്ത അവസ്ഥ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. ഊണിലും ഉറക്കത്തിലും എപ്പോഴും നിന്റെ ആ സുന്ദര രൂപം എന്റെ മുമ്പിലുണ്ട്. ആ പൂതന സാറാമേ, നീ എന്തിനു പേടിക്കണം? നിനക്ക് ഞാനുണ്ട്. പിന്നെ നിനക്ക് ഞാനൊരു ഉമ്മ തരട്ടെ. ഇത് എഴുതിയത് ഏതവനായാലും ഈ സാറാമ്മയുടെ കൈ കിട്ടിയാൽ ഇതുപോലെ ചുരുട്ടി കൂട്ടും. സത്യം പറ, നിങ്ങൾ ആരുടെ കട്ടിയാണി? നിന്റെയാണോ? അയ്യോ, പൊന്നിൻകുറിച്ച് മുത്തപ്പനാണ് സത്യം. അത് ഞാനല്ല. അത് ഞാൻ ബൈക്ക് ഓടിക്കാനൊന്നും അറിയില്ല. അപ്പൊ മാനേജയാണോ? അയ്യോ, സത്യമായിട്ടും അല്ല സാറാമ്മച്ചെടുത്തി. എന്റെ കിട്ടിയോൻ ഇങ്ങനെ വൃത്തികെട്ട രീതിയൊന്നും അറിയത്തില്ല. അയാൾ കുടുംബത്തിൽ പറഞ്ഞവനാ. എന്തായാലും ഇവിടെ നിൽക്കുന്നവരാണ് പ്രാണേശ്വരന്റെ കത്താളിത്. ആരായാലും ഈ സാറാമ്മ കണ്ടുപിടിച്ചിരിക്കും. ഈ ജയിലിങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നതാ ഇതിനെല്ലാം കാരണം. ഇവിടെ ഞാനേ അനുവദിക്കത്തില്ല. ഞാൻ ശരിയാക്കിച്ചോളാം. എല്ലാരും പോയിട്ട് അവരുടെ പണി പോയി ചെയ്യാം. പോയി അച്ചാർ നിറയ്ക്കാൻ. ഹലോ, ശ്രീകണ്ഠാശ്ശേരിയല്ലേ? ഒന്ന് അച്ചാർ കമ്പനി വരെ ഒന്ന് വരണം. ഇവിടെ ഇത്തിരി പണിയുണ്ട്. നിനക്ക് തിരക്കാണ്, കൊള്ളാന്ന് ഓർത്തിട്ട് പറഞ്ഞു വിട്. പക്ഷെ ഇന്ന് തന്നെ വേണം. ശരി. ഇവിടെ നടത്ത്. ആരാ? ശ്രീകണ്ഠ മേസ്ത്രി പറഞ്ഞിട്ട് വന്നതാ. അത് പറയണ്ടേ? അതല്ലേ പറഞ്ഞത്. അല്ല, ആശാരി നല്ല പരിചയമുണ്ടല്ലോ. ഏയ്, എന്നെ പരിചയം കാണാൻ വഴിയില്ല. ഞാൻ ഈ സ്ത്രീകളോട് സംസാരിക്കാറില്ല. എന്താ എന്റെ പണി? ആ വശത്തെ ജയിലൊന്ന് ഇളക്കി എടുക്കുക. അതൊന്ന് ശരിയാ. ആ വശത്തെ സാറിലെ ആശാരിക്ക് ജയിലൊന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. ചേട്ടാ, ജനൽ അവിടെയല്ല, ഇവിടെയാ. ഇവിടെ അല്ലേ? എവിടെയാ? ഇവിടെ. ഇതാണാ?
പോയല്ല. തറയിൽ വീണ ആണി എടുത്ത് തരാൻ ഇവിടെ ആരും ഇല്ലേ? ഇവിടെ വേറെ ആരും ഇല്ലേ? ഇതാ ചേട്ടാ ആണി. ഉളി വേണോ ചേട്ടാ? വേണമെങ്കിൽ ഞാൻ പറയാം. നിനക്ക് അവിടെ പണിയില്ലേ? അച്ചാർ ഞാൻ റെഡിയാക്കി, പാക്കിങ് നീയാ. ഇവിടെ ആള് വേണ്ടേ അല്ലേ ചേട്ടാ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ പോകുന്നുണ്ടോ? ഇതോടെ കൊണ്ടുപോയിക്കോ. ഈ ചേച്ചിയുടെ ഒരു കാര്യം നിൽക്കാനും സമ്മതിക്കത്തില്ല. ആണി പിന്നെയും പോയല്ലോ. ആണി ഒന്നും ഇങ്ങോട്ട് തരുമോ? ജന്നല് വീണപ്പം അല്ല ആണി വീണപ്പം എടുത്തു തന്നപ്പോ വീട്ടിൽ പോകാൻ തന്നെ വന്നത്, അല്ലാതെ ഇവിടെ താമസിക്കാൻ വന്നതൊന്നുമല്ല. എന്റെ പണി കഴിഞ്ഞ് ആണി തറ വീണത് എന്റെ കുറ്റോ? പൈസ എടുക്കണം. ചൂടാണെന്ന്